എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ലഹരിക്കെതിരെ ഒരു പ്രോഗ്രാം ഞാൻ ഇന്ന് തുടങ്ങുകയാണ്. അതിൻ്റെ ടൈറ്റിൽ ലഹരിക്കെതിരെ ഒത്തൊരുമിച്ച് പോരാടാം എന്നതാണ്. ലഹരിക്കെതിരെ ഒരു പുതിയ ഊർജമായി കേരളം മുഴുവൻ അലയടിക്കുന്നു ഓപ്പറേഷൻ തൂഫാൻ. ശ്രീമാൻ രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രിയുടെ മനസ്സിൽ ഉദയം കൊണ്ട ഈ ആശയം കേരളത്തിലെ ജനങ്ങൾ കയ്യും മെയ്യും മറന്ന് സഹകരിക്കുകയാണ് ഇതിൻ്റെ വിജയത്തിനായി. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി സ്വന്തം ജീവിതം സ്വയം തകർത്തെറിഞ്ഞത് എങ്ങനെയെന്ന് നമ്മോട് പറയുകയാണ്. ഈ ജീവിത കഥ അറിഞ്ഞാൽ പിന്നെ ഒരാളും ലഹരിയുടെ പുറകെ പോവുകയില്ല. അത്രയ്ക്കും കരളലിയിപ്പിക്കുന്ന കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇയാൾ 8 വർഷം ബ്രൗൺ ഷുഗറിന് അടിമയായിരുന്നു. ദിവസവും 6 വട്ടം വരെ സ്വയം ലഹരി ശരീരത്തിൽ കുത്തിവച്ചിരുന്നു. പോലീസ് പിടിക്കുമെന്ന പേടിയിൽ ലഹരിക്ക് വേണ്ടി 40 ദിവസം മാത്രം പ്രായമുള്ള സഹോദരിയുടെ മാല മോഷ്ടിച്ച് ബോംബെയിലേക്ക് വണ്ടി കയറി. 44 കിലോഗ്രാം മാത്രം ഭാരമുള്ള ഈ ആൾ 3 പ്രാവശ്യം മരണത്തെ മുഖാമുഖം കണ്ടു. മുംബൈയിൽ കുപ്പിയും പാട്ടയും പെറുക്കി ജീവിതം മുന്നോട്ട് പോയി. മറ്റു വഴിയില്ലാതെ ഭിക്ഷാടനവും തുടങ്ങി. മലേറിയ അടക്കം അസുഖം ബാധിച്ചു. 2006 ജനുവരി 16 നാർക്കോട്ടിക്സ് അനോണിമസ് ബ്ലസ്സിംഗ് എന്ന കൂട്ടായ്മയുടെ പ്രവർത്തകർ ഒരു ദിവസം ലഹരിയില്ലാതെ പിടിച്ചു നിൽക്കാൻ മനോബലം നൽകി. ലഹരി വിമോചന ചികിത്സയ്ക്ക് ശേഷം മുംബൈ GT ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഉടുത്തിരുന്ന വസ്ത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രവർത്തകർ ഒരു പുതപ്പുമായി എത്തി ഫുട്പാത്തിൽ കിടക്കുമ്പോൾ മറ്റൊരു പ്രവർത്തകൻ 30 രൂപ ദിവസക്കൂലിക്ക് ചെറിയ ജോലി നൽകി സഹായിച്ചു. രോഗിയായ ഈ മനുഷ്യൻ ടെക്സ്റ്റൈൽ മേഖലയിൽ ഒരു സംരംഭം തുടങ്ങി. വിവാഹം കഴിച്ചു 3 കുഞ്ഞുങ്ങൾ ഉണ്ട്. സ്വന്തം വീട് വെച്ചു. അന്ന് സഹോദരിയുടെ മാല മോഷ്ടിച്ച് കടന്നു കളഞ്ഞ ഈ സഹോദരൻ ഇപ്പോൾ അനുജത്തിയെ ലോ കോളേജിൽ അയച്ച് പഠിപ്പിക്കുന്നു. ലഹരിക്കടിമയായ മറ്റുള്ളവരെ രക്ഷിക്കാൻ വരുമാനത്തിൻ്റെ ഒരു പങ്ക് മാറ്റിവെക്കും. 3 വർഷമായി ഓൺലൈൻ മീറ്റിങ്ങുകൾ നടത്തി ലഹരി വിമോചനത്തിനായി പ്രവർത്തനം തുടരുന്നു. ലഹരിയിൽ നിന്നും മുക്തി നേടാൻ ആഗ്രഹിക്കുന്നവർ 8714466814 എന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ വേണ്ട സഹായം ലഭിക്കും. ലഹരിക്കെതിരെ എന്ന ഒരു വീഡിയോ ഞാൻ വരികൾ എഴുതി റിലീസ് ചെയ്തിരിക്കുകയാണ്. എൻ്റെ വരികൾക്ക് പ്രാഥമിക സംഗീതം കൊടുത്തത് എൻ്റെ സുഹൃത്തും ആകാശവാണി മ്യൂസിക് കമ്പോസറുമായ അശോകിൻ്റെ മകനായ നന്ദു അശോകാണ്. കൂടാതെ സംഗീതം കമ്പോസ് ചെയ്ത് വീഡിയോ മിക്സ് ചെയ്ത് പുറത്തിറക്കാൻ സഹായിച്ചത് MB ശബരി ആണ്. പാടിയത് ശ്രുതിയും സുനിതയും.
തകഴി ഹരിദാസ് ക്രിയേഷൻസ് എന്ന ബാനറിൽ ഈ വീഡിയോ റിലീസ് ചെയ്തത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഈ പാട്ട് ഷെയർ ചെയ്ത് എൻ്റെ നല്ലവരായ കൂട്ടുകാർക്ക് ലഹരിക്കെതിരെ എന്ന ക്യാമ്പയിൻ്റെ ഭാഗമാകാം. അങ്ങനെ ഓപ്പറേഷൻ തൂഫാൻ്റെ കൂടി ഭാഗമാകാൻ നിങ്ങൾക്ക് ഒരു അവസരമാണ്. തുടർന്ന് ഈ പാട്ട് കേൾക്കുക. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ലഹരിക്കെതിരെ കൈകോർക്കാം, ഒറ്റക്കെട്ടായി കേരള നാടിൻ രക്ഷയ്ക്കാം. അണിചേരുക നമ്മൾ ലഹരിക്കെതിരെ, യുവതലമുറയെ രക്ഷിക്കാം. സർക്കാരിനൊപ്പം ലഹരിക്കെതിരെ കൈകോർക്കാം, ഒറ്റക്കെട്ടായി കേരള നാടിൻ രക്ഷയ്ക്കാം. അണിചേരുക നമ്മൾ ലഹരിക്കെതിരെ, യുവതലമുറയെ രക്ഷിക്കാം. സർക്കാരിനൊപ്പം ലഹരിക്കെതിരെ കൈകോർക്കാം, ഒറ്റക്കെട്ടായി കേരള നാടിൻ രക്ഷയ്ക്കാം. അണിചേരുക നമ്മൾ ലഹരിക്കെതിരെ, യുവതലമുറയെ രക്ഷിക്കാം. സർക്കാരിനൊപ്പം ലഹരിക്കെതിരെ കൈകോർക്കാം, ഒറ്റക്കെട്ടായി കേരള നാടിൻ രക്ഷയ്ക്കാം. അണിചേരുക നമ്മൾ ലഹരിക്കെതിരെ, യുവതലമുറയെ രക്ഷിക്കാം. സർക്കാരിനൊപ്പം ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിൽ കേരളം ഒന്നാമതാണ്.